മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ മേഘനാഥനും വാമദേവനും ഉണ്ണിയും കൂടി മഹാലക്ഷ്മിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നതൊന്നും അറിയാതെ കണ്ണനും മഹാലക്ഷ്മിയും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി കണ്ണൻ്റെ കാലുകളിലൊക്കെ തൊട്ട് നോക്കിയിട്ട് അനക്കമൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണനോട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ്റെ മുട്ടിന് മേളിലേക്ക് ഇപ്പോൾ ചലനം ഇല്ലേന്ന് ചോദിക്കുമ്പം ആ സ്പർശിക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടനക്ക് ഉറപ്പായിട്ടും എഴുന്നേറ്റ് നടക്കാൻ പറ്റും, അതിന് ദൈവങ്ങൾ നമ്മളെ സഹായിക്കും. അതുമാത്രമല്ല അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട അമ്മ എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് കുട്ടികൾ ജനിക്കും, നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് വർഷങ്ങളോളം സുഖമായി ജീവിക്കും എന്നൊക്കെ അമ്മ പറഞ്ഞു എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോൾ ഒരു വിശ്വാസമൊക്കെ തോന്നുന്നുണ്ട് ആ അമ്മ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. ആദ്യം താൻ എന്നോട് ചികിത്സിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴൊന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം വർഷങ്ങളോളം ആയുർവേദവും അലോപ്പതിയും ഇംഗ്ലീഷും ഹോമിയോയും എല്ലാം പരീക്ഷിച്ചിട്ടും എനിക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് മരുന്നിൻ്റെയും ചികിത്സയുടെയും കുഴപ്പം കൊണ്ടായിരുന്നില്ലല്ലോ, ആ മരുന്ന് കണ്ണേട്ടന് തന്നവരുടെ കുഴപ്പം കൊണ്ടല്ലേ. അവരാഗ്രഹിച്ചത് കണ്ണേട്ടൻ എന്നും വീൽ ചെയറിൽ തന്നെ ഇരിക്കണം, ഒരിക്കലും എഴുന്നേറ്റ് നടക്കരുതെന്ന്. അതുകൊണ്ടാണ് കണ്ണേട്ടൻ വീൽ ചെയറിൽ തന്നെ ആയിപ്പോയതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല മഹി. കാരണം അവരുടെയൊക്കെ സ്നേഹം കണ്ടപ്പം അത് ഒറിജിനലായിട്ടുള്ള സ്നേഹമെന്നാണ് വിചാരിച്ച. താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ബന്ധുക്കളുടെയൊക്കെ യഥാർത്ഥ മുഖം ഞാൻ കാണുന്നത് തന്നെ. അതിനു മുമ്പ് അവരെന്നോട് നല്ല രീതിയിൽ തന്നെ സ്നേഹം അഭിനയിക്കുമായിരുന്നു. ഞാൻ അവരുടെ ആ അഭിനയമൊക്കെ സത്യമെന്ന് വിചാരിച്ച് ജീവിക്കുമായിരുന്നു. താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അവരെന്നെ കപടമായി സ്നേഹിച്ചുകൊണ്ടിരുന്നേനെ. അവരെന്നോട് സ്നേഹം കാണിച്ചത് തന്നെ എൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം താൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അതോടുകൂടി എനിക്ക് പല സത്യങ്ങളും ബോധ്യമായി എന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുമാത്രമല്ല ഡോക്ടർ വേറൊരു കാര്യം കൂടി പറഞ്ഞു, കണ്ണേട്ടൻ്റെ 2 കാലും ചലിച്ചു തുടങ്ങിയെന്നുള്ള വിവരം ഒരു കാരണവശാലും നമ്മളുടെ ബന്ധുക്കളോട് ആരോടും പറയരുതെന്ന്. ഞാൻ എൻ്റെ അമ്മയോട് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരോടും പറയരുതെന്നാണ് പറഞ്ഞേക്കണേ. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും നമ്മളെ അപായപ്പെടുത്താൻ നോക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയും വാമദേവനെയാണ്. മേഹൻ വാമനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇനി അടുത്ത പ്ലാൻ എന്താ? ആ കണ്ണൻ സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിക്ക് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ചെയ്യണം. അച്ഛനക്ക് ആ പ്രതാപനങ്ങളിൽ നിന്ന് വിളിക്കാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയാളെ വിളിച്ചു. അയാൾക്കാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര പേടിയാണ്, ആ മാർക്കോ അയാളെ കൊല്ലും തിന്നുന്നൊക്കെയാണ് അയാൾ പറയണേ. അതുകൊണ്ട് തന്നെ അയാളിനി ഒന്നിനും ഉണ്ടാവില്ല, അയാളുടെ കാര്യം മാത്രം നോക്കി ജീവിക്കണുള്ളൂ. ഈ വയസ്സായ കാലത്ത് വേദന തിന്ന് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ അയാൾ പറയണേന്ന് പറയുന്നു. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ വന്ന് പ്രതാപനങ്കിളിനും ആ മാർക്കോയെ പേടിയായല്ലോ, അല്ലെങ്കിൽ അയാൾ നല്ല തൻ്റെയോടുള്ള മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും ആ മാർക്കോയെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ മേഘനാഥൻ പറയുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, പ്രതാപൻ പറഞ്ഞത് നേരാടാ, ആ മാർക്കോയുടെ കൈ ദേഹത്ത് വീണ എനിക്കും പ്രതാപനും അറിയാം, അവന് ഭയങ്കര ആരോഗ്യമാണ്. അവൻ്റെ കയ്യിലെങ്ങാനും നീ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഒരു എല്ല് പോലും അവൻ ബാക്കി വെച്ചേക്കില്ല. അതുകൊണ്ട് അവനുമായിട്ട് നേരിട്ടൊരു യുദ്ധത്തിന് നീ നിൽക്കണ്ടെന്ന് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. മഞ്ജു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടനെയും ഏടത്തിനെയും കൊല്ലാനുള്ള അടുത്ത പ്ലാൻ റെഡി ആക്കുമായിരിക്കില്ലേന്ന്. ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട്, നീ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും അവനെയും അവളെയും ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല. കമലേശ്വരത്തെ സ്വത്തുക്കൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വിധേനയും ഞാനതെൻ്റെ കയ്യിലാക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് വാമദേവനും പറയുന്നുണ്ട്, കണ്ണൻ്റെ സ്വത്തുക്കൾ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി മോളെ, അതുകൊണ്ട് അത് കിട്ടാതെ ഞങ്ങൾ അടങ്ങൂല. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, അമ്മാവനും മേഹേട്ടനും ഇത്ര കാലം ജോലി എടുത്ത് വേണ്ടത് സമ്പാദിച്ചിട്ടില്ലേ, പിന്നെ എന്തിനാ കണ്ണേട്ടൻ്റെ സ്വത്തിന് വേണ്ടി ഇങ്ങനെ കണ്ണേട്ടനെ എടുത്തേയും കൊല്ലാൻ നടക്കണേന്ന്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, മോളെന്താ മോളെ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേ, നേരത്തെ നീയും ഇതിനൊക്കെ സപ്പോർട്ടായിരുന്നല്ലോ, ഇപ്പം എന്താ നിൻ്റെ സ്വഭാവം മാറിയെന്ന് ചോദിക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവൾ ഇങ്ങനെ തന്നെ ആച്ചാ, ഇവൾ അവർക്ക് സപ്പോർട്ടായിട്ടാണ് എപ്പോഴും സംസാരിക്കണേ. എൻ്റെ ബലമായ സംശയം അവർ ഇവളെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്നാ. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഒരു തെറ്റിദ്ധാരണയും ഇല്ല, ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനും ഉണ്ണിയും കൂടി അവിടുത്തെ മേസ്ത്രിയോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മഹാലക്ഷ്മി സൈറ്റ് കാണാൻ വരുന്ന സമയത്ത് മേളിലൊക്കെ കയറി നടന്ന് നോക്കും, അപ്പോൾ അവിടെ ഒരു പലക ഇളക്കി വെച്ചേക്കണം, ആ പലകയെ കയറി ചവിട്ടുന്ന അവൾ നേരെ താഴോട്ട് പോകാനെന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ മേസ്ത്രി ആണെങ്കിൽ മേളിൽ കയറിയിട്ട് ഒരു പലകയൊക്കെ ഇങ്ങനെ ഇളക്കി വെക്കുന്നുണ്ട്. വാമദേവനും ഉണ്ണിയും ചെല്ലുമ്പം ആ പലകയിൽ അവർ നോക്കുന്നുണ്ട്. ആ സമയത്ത് അവർക്ക് നല്ല തൃപ്തികരമായിട്ട് തോന്നുന്നുണ്ട്. കാരണം പലക ഇളക്കി വെച്ചേക്കുവാന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. നടന്നു പോണയാൾ ചവിട്ടി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ അയാൾ താഴേക്ക് പോവും. അതൊക്കെ ഓർത്തിട്ട് ഇവരിങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മീനെയാണ്. അപ്പോൾ മഹാലക്ഷ്മി കണ്ണനോട് ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടാ ഇന്ന് തന്നെ ഞാൻ കമ്പനിയിലേക്ക് പോകണമെന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ സംസാരിച്ച് തീരുമാനമായതല്ലേ, ഇനി നമ്മളുടെ ഓരോ സ്ഥാപനങ്ങളിലും തൻ്റെ മേൽനോട്ടം ഉണ്ടാവണം, എന്നാലേ ശത്രുക്കളൊക്കെ ഒന്നും കൂടി ഒന്ന് ഒതുങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇത് കാണുമ്പോൾ ശത്രുക്കൾ ഒതുങ്ങില്ല കണ്ണേട്ട, അവരുടെ വൈരാഗ്യം കൂടെ ഉള്ളൂ, അവർ നമ്മളെ എങ്ങനെയെങ്കിലും അപകടത്തിൽപ്പെടുത്തണമെന്നേ ചിന്തിക്കുള്ളൂ എന്ന് പറയുമ്പം അതിപ്പോൾ താൻ കമ്പനിയിലേക്ക് പോയില്ലെങ്കിലും അവർ നമ്മളെ അപകടപ്പെടുത്താൻ തന്നെ നോക്കുള്ളൂ, അതുകൊണ്ട് താൻ ഉറപ്പായിട്ടും പോകണം, കമ്പനിയെ നിയന്ത്രിക്കേണ്ടത് ഇനി താനാണ്, തൻ്റെ നിയന്ത്രണത്തിൽ വേണം ഇനി കമലേശ്വരത്തെ എല്ലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ, അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് പോയിട്ട് വാന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ വന്നാലും എനിക്ക് കമ്പനിയുടെ മേളിലോട്ടൊന്നും കയറാൻ പറ്റില്ല, എന്തായാലും താൻ ഒറ്റയ്ക്ക് പോകണ്ട, തനിക്ക് കൂട്ടിനായിട്ട് മാർക്കോയെയും കൂടെ വിടാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മിക്ക് കൂട്ടിനായിട്ട് കണ്ണൻ മാർക്കോയെ വിളിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മി കമ്പനിയിലേക്ക് എത്തുമ്പം ഞാനവിടെ ഉണ്ടാവും, കണ്ണൻ സാറ് ഒന്നുകൊണ്ടും പേടിക്കണ്ട. പിന്നീട് മഹാലക്ഷ്മി പോകാൻ വേണ്ടിയിട്ട് കണ്ണനും മഹാലക്ഷ്മിയും കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് ഹോളിൽ ദുർഗയും അതുപോലെ കരുണയും ഇരിക്കുന്നുണ്ട്. ഇവരെ കണ്ടതും ദുർഗ എണീറ്റ് വന്നിട്ട് ഇവളിപ്പോൾ എങ്ങോട്ടാ മോനെ പോണേന്ന് ചോദിക്കുമ്പം അയാളാണ് ഇനി കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്, അതുകൊണ്ട് കമ്പനിയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോകാമെന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതിന് കമ്പനിയിൽ ഉണ്ണിയും മാമേട്ടനും ഉണ്ടല്ലോ, പിന്നെ ഇവളെന്തിനാ അങ്ങോട്ട് പോകണേ, നീ എല്ലാ കാര്യങ്ങളും ഇവൾക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരല്ലേ ഇത്രയും നാൾ നിൻ്റെ കൂടെ നിന്നേന്ന് ചോദിക്കണു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് അമ്മ കൂടുതലൊന്നും സംസാരിക്കണ്ട, എൻ്റെ കൂടെ നിന്നിട്ട് എന്നോട് നിങ്ങളെല്ലാവരും ചെയ്തതൊക്കെ എനിക്ക് മനസ്സിൽ ഓർമ്മയുണ്ട്, അതുകൊണ്ട് കൂടുതൽ സംസാരിച്ച് മെനക്കെടണ്ട, ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നോക്കി നടത്തുന്നത് ഇയാൾ തന്നെയായിരിക്കും, ഇയാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇവിടെ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്ന് പറയുമ്പം ദുർഗയ്ക്കും കരുണയ്ക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഇനിയിപ്പോൾ രാവിലെ തന്നെ ഒരു വഴക്ക് വേണ്ട കണ്ണേട്ടാ, എന്തായാലും ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് സൈറ്റിലാണെങ്കിൽ നമ്മളുടെ വാമദേവനും ഉണ്ണിയും മഹാലക്ഷ്മി വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. കാരണം അവർ ആ മേസ്ത്രീനെയും കൊണ്ട് പലകയൊക്കെ പൊളിപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾ കയറി ചവിട്ടുമ്പോൾ തന്നെ താഴേക്ക് പോയി മരിച്ചോളൂ എന്നൊക്കെ ഉള്ള ചിന്തയിൽ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മളുടെ മഹാലക്ഷ്മിയുടെ കാർ അങ്ങോട്ട് വരുന്നത്. കാറ് കണ്ടതും വാമദേവൻ പറയുന്നുണ്ട്, നമ്മളുടെ ഇര എത്തിക്കഴിഞ്ഞു, ചാവാൻ വേണ്ടിയിട്ടാണ് അവൾ വരുന്നത്, ഇന്ന് എന്തായാലും അവൾ ജീവനോടുകൂടി തിരിച്ചു പോവില്ല എന്ന്. ഈ സമയത്ത് മഹാലക്ഷ്മിയുടെ കാറ് തന്നെ കണ്ടതും ബാലചന്ദ്രൻ വേഗം തന്നെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി കാറിൽ നിന്ന് ഇറങ്ങിയതും എന്തായി സാറേ കാര്യങ്ങളൊക്കെ പണികളൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുമ്പം എല്ലാം ഒരുവിധം ഞാൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, ഇവിടെ ചുറ്റിനും കള്ളന്മാർ തന്നെയാണുള്ളത്, പ്രത്യേകിച്ച് കണ്ണൻ സാറിൻ്റെ അമ്മാവനും അനിയനും പണിക്കാരൊന്നും വലിയ പ്രശ്നമുള്ളവരല്ല, പക്ഷേ ഇവർ അവരെയും കൊണ്ട് ഓരോ അഴിമതികൾ നടത്തിപ്പിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും അതൊന്നും പാടില്ല, എല്ലാ വർക്കും കൃത്യമായിട്ട് നടത്തണം, അതിന് സാറ് നല്ലോണം ശ്രദ്ധിക്കണം, അമ്മാവനെയും ഉണ്ണീനെയും ഒന്നും ഒരിക്കലും വിശ്വസിക്കരുതെന്ന് പറയുന്നു. ഈ സമയത്ത് നമ്മളുടെ വാമദേവനും ഉണ്ണിയും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മഹാലക്ഷ്മി മുകളിലോട്ട് കയറി പോണതൊക്കെ. ആ സമയത്ത് ബാലചന്ദ്രൻ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ മഹാലക്ഷ്മിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് വാമദേവനും ഉണ്ണിയും താഴെ നിന്നിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ സ്റ്റെയർകേഴ്സിൽ. മഹാലക്ഷ്മി ആ പലക ഇളകിയിരിക്കണോടത്ത് കൂടെ പോകുന്നുണ്ടോയെന്ന്. അങ്ങനെ ഇവർ നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ നടന്ന് ആ പലകയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. പലകയുടെ അടുത്ത് ചെന്നിട്ട് ബാലചന്ദ്രനും മഹാലക്ഷ്മിയും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവളെന്തിനാ അവിടെ നിൽക്കണേ, ഇവൾക്ക് മുന്നോട്ട് തന്നെ നടന്നു പോയി കൂടെയെന്ന് ചോദിക്കുമ്പം അല്ലെങ്കിലും ഞാൻ അതാ ആലോചിക്കണേ, അയാൾ എന്തിനാ അവരെ അവിടെ നിർത്തി സംസാരിപ്പിക്കണേ, മുന്നോട്ട് പോകാനുള്ളതെന്ന് പറയുന്നു. ആ സമയത്ത് നമ്മളുടെ മേസ്തിരിയാണി വന്നിട്ട് ഇവർക്ക് എല്ലാം സെറ്റാന്നുള്ള സിഗ്നൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി മോളിൽ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടാണ് മേഡം ഇപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്നോട് കണ്ണൻ സാറ് എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്, കണ്ണൻ സാറിൻ്റെ ബന്ധുക്കളെക്കുറിച്ചും. എനിക്ക് കണ്ണൻ സാറിനെ ചെറുതിലേ മുതലറിയാം, എൻ്റെ അച്ഛനും കണ്ണൻ സാറിൻ്റെ അച്ഛനും സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും സാർ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഇവർ പണ്ടേ ഈ കമ്പനി ഇല്ലാണ്ടാക്കിയേനെന്ന് പറയുന്നു. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്നെ കുറേ വർഷങ്ങളായി കണ്ണൻ സാറ് ഇവിടെ ജോലി നോക്കാൻ വിളിക്കണു, അപ്പോഴൊന്നും എനിക്ക് ഒഴിവുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഞാൻ ഫ്രീ ആയ. അതുമാത്രമല്ല മഹാലക്ഷ്മി മേഡത്തിൻ്റെ പേരിൽ സ്വത്തുക്കളെല്ലാം ആക്കാനുള്ള കാര്യം കണ്ണൻ സാർ എന്നോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു തിരക്കിലും കൂടിയാണ് ഞാനെന്ന് പറയണു. അങ്ങനെ മഹാലക്ഷ്മിയെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ബാലചന്ദ്രൻ ചൂണ്ടി കാണിച്ചുകൊണ്ട്
രണ്ടുപേരും മുന്നോട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവർ പോകുന്നതാണെങ്കിൽ ഈ മേസ്ത്രി ഇളക്കി വെച്ചിരിക്കുന്ന ആ പലകയുടെ അടുത്തേക്ക് തന്നെയാണ്. അത് കണ്ടിട്ട് നമ്മളുടെ വാമദേവനും ഉണ്ണിയും കൂടി ഇപ്പം മഹാലക്ഷ്മി വീഴുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ അവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മഹാലക്ഷ്മി ആണെങ്കിൽ നടന്ന് ചെന്ന് ആ പലകയിൽ ചവിട്ടുന്നുണ്ട്. ആ സെക്കൻഡിൽ തന്നെ മഹാലക്ഷ്മി അയ്യോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് താഴോട്ട് പോകുന്നുണ്ട്. ഇത് കണ്ട് നമ്മളുടെ ബാലചന്ദ്രനാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് വാമദേവനും ഉണ്ണിയും എന്തായാലും അവളുടെ കഥ കഴിഞ്ഞു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ്